മഹാരാഷ്ട്രയിലെ ഔറംഗബാദ് ജില്ലയിൽ ചരിത്രമുറങ്ങുന്ന ഒരു കുന്നിൻപുറത്ത് ഗാംഭീര്യത്തോടെ നിലകൊള്ളുന്ന അജേയമായ ഒരു കോട്ടയാണ് ദൗലതാബാദ്. 12ാം നൂറ്റാണ്ടിൽ യാദവ രാജാവായ ബില്ലാമ അഞ്ചാമൻ ദേവഗിരി എന്ന പേരിൽ നിർമ്മിച്ച ഈ കോട്ട പിൽക്കാലത്ത് ഭാരതത്തിലെ ഏറ്റവും സുരക്ഷിതമായ പ്രതിരോധ കേന്ദ്രങ്ങളിലൊന്നായി മാറി. കുന്നിൻ ചെരിവുകളെ തനതായ രീതിയിൽ വെട്ടിമുറിച്ച് ശത്രുക്കൾക്ക് അപ്രാപ്യമാക്കിയ ഇതിന്റെ നിർമ്മാണ ശൈലി സൈനിക ചരിത്രത്തിലെ ഒരു വിസ്മയമാണ്. 1327-ൽ ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഈ കോട്ടയുടെ തന്ത്രപ്രധാനമായ സ്ഥാനം മനസ്സിലാക്കി തന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ഇവിടേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഇതോടെയാണ് ഭാഗ്യത്തിന്റെ നഗരം എന്നർത്ഥം വരുന്ന ദൗലതാബാദ് എന്ന പേര് ഇതിന് ലഭിച്ചത്. എന്നാൽ വെള്ളത്തിന്റെ ദൗർലഭ്യം മൂലവും ഭരണപരമായ വെല്ലുവിളികൾ കാരണവും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് തലസ്ഥാനം തിരികെ മാറ്റേണ്ടി വന്നു. ചരിത്രത്തിൽ തുഗ്ലക്കിന്റെ ഈ പരീക്ഷണം പരാജയപ്പെട്ട ഒന്നായി അറിയപ്പെടുന്നുവെങ്കിലും ദൗലതാബാദിന്റെ പ്രതാപം ഇന്നും അസ്തമിച്ചിട്ടില്ല. ഈ കോട്ടയുടെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ അത്ഭുതകരമായ സുരക്ഷാ സംവിധാനങ്ങളാണ്. കുന്നിനു ചുറ്റും ആഴത്തിൽ കൊത്തിയുണ്ടാക്കിയ വലിയ തോടുകൾ മോട്ട്സ് എപ്പോഴും മുതലകളെ കൊണ്ട് നിറച്ചിരുന്നു. ശത്രുക്കൾക്ക് കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ഈ തോടുകൾ വലിയ തടസ്സമായിരുന്നു. കോട്ടക്കകത്തേക്ക് കടന്നാൽ തന്നെ അന്തേരി എന്ന് വിളിക്കപ്പെടുന്ന ഇരുട്ടുപാത കടക്കുക എന്നത് അസാധ്യമായിരുന്നു. പൂർണ്ണമായും ഇരുട്ട് നിറഞ്ഞ ഈ തുരങ്കപാതയിൽ ശത്രുക്കളെ വഴിതിരിക്കാനും മുകളിൽ നിന്ന് തിളച്ച എണ്ണയും പുകയും പ്രയോഗിച്ച് അവരെ വകവരുത്താനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 63 മീറ്റർ ഉയരമുള്ള ചാന്ദ് മിനാർ. പണ്ട് വിജയത്തിന്റെ പ്രതീകമായി നിർമ്മിക്കപ്പെട്ട ഈ ഗോപുരം ഇന്ന് ദൗലതാബാദിന്റെ അടയാളമാണ്. മുഗൾ ചക്രവർത്തി ഔറംഗസീബ് അവസാനത്തെ ഗോൾക്കൊണ്ട സുൽത്താനെ തടവിലാക്കിയിരുന്ന ചീനി മഹൽ, വലിപ്പം കൊണ്ട് അതിശയിപ്പിക്കുന്ന മേന്ദ പീരങ്കി തുടങ്ങിയവയും ഇവിടുത്തെ ആകർഷണങ്ങളാണ്. ഏകദേശം 750 പടികൾ കയറി കോട്ടയുടെ ഏറ്റവും മുകളിലെത്തുമ്പോൾ ദൗലതാബാദ് നഗരത്തിന്റെ മനോഹരമായ കാഴ്ച സന്ദർശകർക്ക് ആസ്വദിക്കാനാകും. ഒരു കാലത്ത് യുദ്ധതന്ത്രങ്ങളുടെയും അധികാരത്തിന്റെയും കേന്ദ്രമായിരുന്ന ഈ കോട്ട ഇന്ന് ചരിത്രപ്രേമികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരു വലിയ പാഠപുസ്തകമാണ്.